Super crispy pakoda ready. കേട്ടില്ലേ ആ സൗണ്ട്? എന്താ ഒരു ക്രിസ്പിനെസ് അല്ലേ? ടേസ്റ്റ് ആണെങ്കിലോ അതിനും മേലെ. അങ്ങനത്തെ ഒരു അടിപൊളി റിബൺ പക്കോടയുടെ റെസിപ്പിയാണ്. പലർക്കും ഈ റെസിപ്പി അറിയാമായിരിക്കാം. എന്നാലും ഇങ്ങനെയൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കോട ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മളൊരു പാത്രം എടുക്കുക. അതിലേക്കൊരു 2 കപ്പ് അരിപ്പൊടിയാണ് ഇടുന്നത്. റൈസ് പൗഡർ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. ഇനി അതിലേക്ക് 1 കപ്പ് കടലമാവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഞാനിതിൽ കടലമാവ് കുറച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ആവശ്യത്തിന് മുളക് പൊടി. എനിക്കൊരു 3 ടീസ്പൂൺ മുളക് പൊടി ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കളറും കൂടി നമ്മുടെ ഇതിനെ കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്കിവിടെ വെളുത്തെള്ളാണ് കിട്ടിയത്. അപ്പോൾ ഒരു 2 ടീസ്പൂണോളം വെളുത്തെള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ജീരകം ഞാൻ ഇടാതിരുന്നത് അതിന് നമുക്ക് പിഴിയുന്ന സമയത്ത് പക്കോട ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് കറക്റ്റായി വരുന്നില്ല എന്നതുകൊണ്ടാണ്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ബട്ടർ ഒരു 2-3 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ എത്ര ഇട്ട് കൊടുക്കുന്നോ അത്രയും സോഫ്റ്റ് ആവും നമ്മുടെ പക്കോട. ഇനി അതിനെ കൈകൊണ്ട് ഇതേമാതിരി ആ മുളക് പൊടിയും ബാക്കി സാധനങ്ങളൊക്കെ നന്നായി കൈകൊണ്ട് ബട്ടറും കൂടി നന്നായി അങ്ങോട്ട് യോജിപ്പിച്ച് വരിക. കുറച്ച് കൈകൊണ്ട് നന്നായി യോജിപ്പിക്കുക. എത്രത്തോളം യോജിപ്പിക്കുന്നോ അത്രയും സോഫ്റ്റ് ആവും. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയൊരു പീസ് പച്ച കായം എടുത്ത് ചുടുവെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കായത്തിൻ്റെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ റിബൺ പക്കോടയ്ക്ക്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഒരു കുഴഞ്ഞ് ഒരുപാട് കട്ടിയുള്ള പരുവത്തിലല്ല വേണ്ടത്. നമ്മളുടെ പക്കോട ഉണ്ടാക്കുമ്പോഴും എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും കുഴച്ചെടുക്കുന്നതിനാണ് അതിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. കണ്ടോ, നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലൊന്നും ഒട്ടാത്ത വിധം നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതാ ഇനി ഇങ്ങനത്തെ പക്കോട ചില്ലിത് ഇങ്ങനത്തെ നീളത്തിലാണ്, അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതാ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ലൂസായ മാവാവരുത്, അപ്പം നന്നാവില്ല. അതുപോലെ തന്നെ ഒരുപാട് കട്ടിയുള്ള മാവാണെങ്കിലും നമ്മുടെ പക്കോട ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കണം പക്കോടയ്ക്ക്. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഒരുപാട് പ്രാവശ്യം മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വേവാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. സൈഡ് ആ ജോയിൻ ആവുന്ന പാർട്ടൊന്നും വേവുകയില്ല അത്ര പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ ഒന്ന് വിട്ടിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇതിൽ ഞാൻ കടലമാവ് വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. കാരണം കടലമാവ് ഇപ്പോൾ കിട്ടുന്ന കടലമാവ് കൂടുതലാകുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് നമ്മുടെ പക്കോടയ്ക്ക് ഒരു ഫീൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇതുപോലെ ബാക്കിയുള്ള പക്കോടയും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യുകയും ചെയ്യാം. സൂപ്പർ ക്രിസ്പി പക്കോട റെഡി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.